എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം. രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ഒന്ന് ബാബേൽ ഗോപുരം, രണ്ട് തേരഹിന്റെ യാത്ര. നോഹയുടെ പ്രളയത്തിന് ശേഷമുള്ള കാലമാണ് കോണ്ടസ്റ്റ്. അതായത് ഇന്നേക്ക് ഏകദേശം 4500-ഓളം വർഷങ്ങൾ പുറകോട്ടുള്ള സമയം. ആ സമയത്ത് ഇന്നത്തെ ഇറാഖ് ഭൂപ്രദേശമായ മെസപ്പൊട്ടോമിയ എന്ന് പറയുന്ന ആ പ്രദേശത്ത് നടക്കുന്ന ചലനങ്ങളാണ് ഈ അധ്യായത്തിലെ പ്രധാന പ്രതിപാദ വിഷയം. യൂഫ്രട്ടീസ്, ടൈഗ്രിസ് നദികളും എല്ലാം ഉണ്ട്. അപ്പോൾ നോഹയുടെ പ്രളയശേഷം ഭൂമിയിലൊക്കെയും മനുഷ്യന് ഒരേ ഭാഷയും ഒരേ വാക്കും ആയിരുന്ന കാലമാണത്. ഒന്ന് ഊഹിക്കാൻ ഒക്കുമോ? അത്രയും നാൾ മുമ്പ്, 4500 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഇന്ന് 800 കോടി ജനങ്ങളുള്ള ഈ ലോകത്തിൽ അന്ന് ഇതിന്റെ ഒരു 100-ലൊന്നോ വല്ലവേ ഉള്ളൂ പോപ്പുലേഷൻ. അതുകൊണ്ട് എല്ലാ ഏരിയയിലൊന്നും ഹ്യൂമൻ പോപ്പുലേഷൻ സ്കാറ്റേർഡ് ആകാത്ത ഒരു കാലമാണ്. അതൊരു പ്രിമിറ്റീവ് കാലമാണ്. ആധുനികതയുടെ മാനദണ്ഡം വെച്ച് ഒരിക്കലും അതിനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ ഒക്കത്തില്ല. എണ്ണത്തിൽ കുറവായിരുന്ന മനുഷ്യർക്ക് പോരാട്ടങ്ങളുണ്ടായിരുന്നു. പ്രധാനമായും പ്രകൃതി ശക്തികളോട്, നാച്ചുറൽ ഫോഴ്സസിനോട് മനുഷ്യനെന്നും പോരാട്ടമായിരുന്നു. പിന്നീട് ക്രൂര വന്യമൃഗങ്ങളോടെ. അതിനുവേണ്ടി അവർക്ക് ഒന്നിച്ചു നിൽക്കേണ്ട ആവശ്യം വന്നു. അങ്ങനെയാണ് ആദ്യത്തെ കമ്മ്യൂണിറ്റി ലൈഫൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ മിന്നലേറ്റൊക്കെ ആൾക്കാർ മരിച്ചു വീഴുമ്പോൾ, മനുഷ്യനെ നിയന്ത്രിക്കാനൊക്കാത്ത ശക്തിയാവുമ്പോൾ ദൈവത്തിലുള്ള മനുഷ്യന്റെ വിശ്വാസവും ആ കാലഘട്ടങ്ങളിലാണ് വരുന്നത്. മനുഷ്യന് പ്രാഥമികമായിട്ടും മറ്റു ചരാചരങ്ങളുടെ മേൽ അവൻ ആധിപത്യം സ്ഥാപിച്ചു. നോഹയുടെ കാലത്ത് പ്രളയത്തിന് ശേഷം അത് പറയുന്നുണ്ട്. മറ്റുള്ള ജീവജാലങ്ങളിൽ മേൽ നടുക്കവും ഭയവും ഉറപ്പിക്കുവാൻ മനുഷ്യന് കഴിഞ്ഞു. അങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മനുഷ്യൻ മുന്നോട്ട് പോയിരുന്ന കാലം. അവർ കിഴക്കോട്ട് സഞ്ചരിച്ച് ഷിനാർ ദേശത്ത് ഒരു സമഭൂമിയിൽ കുടിയിരുന്നു. ഷിനാർ ദേശം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാഖ് സ്ഥലമാണ്. അങ്ങനെ മനുഷ്യന്റെ ഐക്യം, സുരക്ഷിതത്വം, സ്വയം പര്യാപ്തത, ആത്മാഭിമാനം, ഒരളവ് വരെ അഹന്ത, ഇവയുടെ എല്ലാം പ്രതീകമായിട്ട് മനുഷ്യൻ ഓർത്തു, ഒരു ഗോപുരം നമുക്ക് പണിയാം. യൂഫ്രട്ടീസ് ടൈഗ്രിസിന്റെ സമഭൂമിയിലാണ് ഗോപുരം ഉയരുവാൻ തുടങ്ങിയത്. ഭൂമിയിൽ നിന്ന് അറുത്തെടുത്ത് ചുട്ട ഇഷ്ടികക്കല്ലും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ച് ഉയർത്തുവാൻ ശ്രമിച്ച ഒരു പട്ടണവും പണിയുവാൻ ശ്രമിച്ചു. ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും. ആദ്യത്തെ ഗോപുര നിർമ്മിതിയായിരുന്നു മനുഷ്യ ചരിത്രത്തിലെ. ഏറ്റവും അവസാനത്തത് നമ്മുടെ ബുർജ് ഖലീഫയും പെട്രോണസ് ടവറും എല്ലാ കാലഘട്ടങ്ങളിലും, കുത്തബ് മീനാറായാലും പിരമിഡായാലും മനുഷ്യൻ അമ്പര ചുംബികളെ നിർമ്മിക്കുവാൻ അവൻ എപ്പോഴും ശ്രമിക്കുകയാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തെങ്കിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ നിന്ന്, യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഉയരങ്ങളിൽ എപ്പോഴും ദൈവം കുടികൊള്ളുന്നു എന്നുള്ള മനുഷ്യന്റെ ഒരു വിശ്വാസമാണ്. ഉയരങ്ങളിലേക്ക് പോവുക, പർവ്വതങ്ങളുടെ മുകളിൽ യഹോവയുടെ പർവ്വതം. അതുകൊണ്ട് ഉയരങ്ങളെ കീഴടക്കുന്നത് മനുഷ്യൻ ഒരു നെഗറ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ ദൈവത്തോളം മനുഷ്യൻ എത്തുവാനുള്ള ഒരു ശ്രമമാണ്. മനുഷ്യൻ ഒരു പേരുണ്ടാവണം, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു. അവൻ ചെയ്യുന്ന കഠിനാധ്വാനം കാണുവാൻ യഹോവ ഇറങ്ങി വന്നു എന്നാണ് അവിടെ പറയുന്നത്. യഹോവ ദൈവം അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു. ഇത്രയും നാള് ഐക്യതയുടെ ഭാഷയായിരുന്നു. ഇതിനെപ്പറ്റി അനേക കാർട്ടൂൺ വായനയൊക്കെ നമ്മൾ കൊച്ചിലെ തൊട്ടേ കണ്ടിട്ടുള്ളതാണ്. ചിത്രകഥകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരാള് പറയും, നീ വെള്ളം കൊണ്ടുവരാന്ന് പറയുമ്പോൾ മറ്റവൻ കേൾക്കുന്നത് ഇഷ്ടിക കൊണ്ടുവരാനാണ്. വെള്ളം ചോദിച്ചവന് ഇഷ്ടിക കൊണ്ടുവരുന്നു, കുമ്മായം ചോദിച്ചവന് കല്ല് കൊണ്ടുവരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു കയോട്ടിക് സിറ്റുവേഷൻ വന്നു. ഭാഷ ചിതറിച്ച് കളഞ്ഞു, കലക്കി കളഞ്ഞു. അങ്ങനെ പട്ടണ നിർമ്മാണം ഉപേക്ഷിക്കപ്പെട്ടു. പിന്നീട് ഭൂമിയിലെങ്ങും മാനവരാശി ചിതറിക്കപ്പെട്ടു. ഭാഷ കലക്കപ്പെട്ട ദേശത്തിന് ബാബേൽ എന്ന് പേരായി.
നദികളുടെ നടുവിൽ പരിലസിച്ച മെസപ്പൊട്ടോമിയയ്ക്ക് അന്ന് മുതൽ ബാബിലോണിയ എന്ന പേരുമായി. ഒരിക്കൽ അവൾ മഹതിയായി വാഴും, ഒരിക്കൽ അവൾ സർവ നാശത്തിലേക്ക് വീഴും. 4500 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ ഗോപുര നിർമ്മാണത്തിൻ്റെ തകർച്ച ഇന്ന് 2026 നാം ധ്യാനിക്കുമ്പോൾ എന്ത് പാഠമാണ് അതിനകത്ത് പഠിക്കേണ്ടത്? നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ, ഓരോ കുടുംബത്തിൽ നാം ഒന്ന് നോക്കുകയാണ്. നമ്മളുടെ കുടുംബങ്ങൾ നോക്കിയാൽ മതി. ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ 150 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു ശരാശരി ക്രിസ്ത്യൻ ഫാമിലിയുടെ കോണ്ടസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നാം എപ്പോഴും അതിനെ നൊസ്റ്റാൾജിക് ആയിട്ട് പറയും, ഓ സഹോദരങ്ങൾ തമ്മിൽ എന്തൊരു ഐക്യമായിരുന്നു. അന്നും സഹോദരങ്ങൾ തമ്മിൽ അടിയൊക്കെ ഉണ്ടായിരുന്നു. മനുഷ്യരെന്ത് ഒരുമിച്ച് ജീവിക്കുന്നുവോ മനുഷ്യർ തമ്മിൽ സ്നേഹവുമുണ്ട്, അതോടൊപ്പം തന്നെ വിദ്വേഷവുമുണ്ട്. അത് ചരിത്രത്തിൻ്റെ കൈൻ ഹാബേൽ മുതലുള്ള കാലം മുതലേ ഉള്ളതാണ്. ഇറ്റ് ഈസ് എ റിയാലിറ്റി. പിന്നെ പാസ്റ്റിനെ അങ്ങ് അത്ര മഹത്തായി ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ കാലങ്ങളിലും മനുഷ്യരുടെ ഇടയിൽ കുഴപ്പക്കാരും ഉണ്ടായിരുന്നു, നല്ല മനുഷ്യരും ഉണ്ടായിരുന്നു. എന്തായാലും അവര് മെമ്പേഴ്സിന് അത്ര വലിയ സാമ്പത്തിക ഭദ്രതയൊന്നുമില്ല. അവർക്ക് പല കുടുംബങ്ങളും പട്ടിണിയൊക്കെ ആയിരുന്നു 100 വർഷങ്ങൾക്ക് മുമ്പ്. നമ്മുടെ കേരളീയരുടെ സ്റ്റേപ്പിൾ ഡയറ്റിൽ ഒരു കഞ്ഞി പുഴുക്ക് കൾച്ചറൊക്കെ വരാൻ, പഴങ്കഞ്ഞിയൊക്കെ വരാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ലായിരുന്നു. ചിക്കനോ മട്ടണോ കരിമീൻ പൊള്ളിച്ചതോ ഒന്നും കഴിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലായിരുന്നു, വിഭവശേഷി ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈ പുഴുക്കൊക്കെ നമ്മുടെ ഒരു ഡയറ്റിൻ്റെ ഭാഗമായി മാറിയത് അങ്ങനെയാണ്. എന്നാൽ ഈ പുഴുക്കും പഴങ്കഞ്ഞിയും ഒക്കെ കഴിച്ചാൽ നമ്മുടെ വല്യപ്പച്ചന്മാർ രാവിലെ തൊട്ട് കഠിനാധ്വാനം ചെയ്ത് അതിനെ ദഹിപ്പിച്ച് കളഞ്ഞിരുന്നു. അതുകൊണ്ട് അവർക്ക് അത്ര വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലായിരുന്നു എന്ന് പറയുന്നു. ഉണ്ടായിരുന്ന ഹെൽത്ത് ഇഷ്യൂസ് അവരങ്ങ് ഡയഗ്നോസ് ചെയ്യാനുള്ള സിസ്റ്റം ഇല്ലായിരുന്നു. ചരിത്രം എപ്പോഴും കോൺട്രവേഴ്സിയാണ്. എന്നിരുന്നാലും സഹോദരങ്ങൾ ഓരോ വീടുകളിലൊക്കെ 7, 8, 9, 10, 11, 12, 13 സഹോദരങ്ങളൊക്കെ ഉള്ള വീടുകളൊക്കെ എനിക്കറിയാം. അവർ തമ്മിലൊരു സ്നേഹവും ഒരു ഐക്യതയും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എന്താണ്? അവർ അതിജീവനത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അവർക്ക് പോരാടണം. പോരാടുമ്പോൾ ഒന്നിച്ച് നിന്ന് പോരാടിയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. എന്നാൽ ഒരു നൂറ്റാണ്ടൊക്കെ കഴിയുമ്പോൾ എല്ലാവരും നല്ല സാമ്പത്തിക ശേഷിയൊക്കെ അത്യാവശ്യമുള്ളവരായി. പിന്നീടുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ അപരനെ കീഴടക്കാനുള്ള പോരാട്ടമാണ്. അവനേക്കാൾ വലിയവനാണ് ഞാൻ, അല്ലെ അവളേക്കാൾ വലിയവനാണ് ഞാൻ. എനിക്ക് അവളുടെ മുമ്പിൽ വലിയ ആളാകണം. അവള് 5 പവന്റെ മാലയിടുമെങ്കിൽ ഞാൻ 7 പവന്റെ മാലയിടും. വെറുതെ തമാശയ്ക്ക് ചില എക്സാമ്പിൾസ് പറയുന്നതേ ഉള്ളൂ. ഇങ്ങനെ പേരുണ്ടാക്കിയാണ് എൻ്റെ അഹംഭാവത്തിൽ കൂടെ അപരനെ പരാജയപ്പെടുത്തുമ്പോഴാണ് ബാബേലിൻ്റെ ആത്മാവ് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നത്. അത്രയും നാൾ അപരന്റെ സ്വരം സംഗീതം പോലെ ശ്രവിച്ചിരുന്ന, അയ്യോ എനിക്ക് തന്നെ ഈ ലോകത്തിൽ പോരാടുമെന്നൊക്കത്തില്ല, എൻ്റെ അയലോക്കക്കാരനുള്ളത് എനിക്കൊരു ശക്തിയാണ്, എനിക്ക് എൻ്റെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ അവൻ്റെ സഹായമുണ്ട്, അവളുടെ സഹായമുണ്ട്, ഞങ്ങൾ ഒരുമിച്ചാണ് ഈ നാട്ടിൽ ജീവിക്കുന്നത്, ഒരുമിച്ചാണ് ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്, ഒരുമിച്ചാണ് ഈ സഭയിൽ ജീവിക്കുന്നത്, ഈ സഭ ഈ ഇടവക ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഞങ്ങൾക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകുവാനൊക്കത്തുള്ളൂ, ഞങ്ങൾ ആരെങ്കിലും വീണുപോയാൽ ഞങ്ങളെ താങ്ങുവാൻ അവരുണ്ട്. അതുകൊണ്ട് അവരൻ്റെ സ്വരം സംഗീതം പോലെ കേട്ടിരുന്നു. എന്നാൽ കളം മാറി, അവരൻ്റെ സ്വരം ഭീഷണിയാവുകയാണ്. ഇവൻ എനിക്ക് ഭീഷണിയായി മാറുന്ന കാലഘട്ടമാണ് ബാബേലിൻ്റെ ആത്മാവ്. ഇത് ചരിത്രത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇന്ന് പല കുടുംബങ്ങളിലും പല സമൂഹങ്ങളിലും ബാബേലിന്റെ ആത്മാവ് ഉണ്ടെന്ന് നമ്മൾ താത്വികമായിട്ട് പറയുമ്പോൾ ഇതാണ്, ഒരേ മനസ്സോടെ അല്ല അവർ പ്രവർത്തിക്കുന്നത്. കുടുംബങ്ങളുടെ അനൈക്യത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം മാതാവ് ഒരു രീതിയിൽ പോകുന്നു, പിതാവ് വേറെ രീതിയിൽ പോകുന്നു. എല്ലാവർക്കും ഓൺ അംബിഷൻസ് ആണ്. എൻ്റെ ടാർഗറ്റ് എനിക്കിത് നേടണം, എനിക്കിത് നേടണം, എനിക്കിത് നേടണം. മക്കള് വേറെ വഴിക്കും. അവരുടെ ആഗ്രഹങ്ങൾ അപ്പൻ്റെ ആഗ്രഹങ്ങളുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യപ്പെടുന്നില്ല, അമ്മയുടെ ആഗ്രഹവുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് കംപ്ലീറ്റ് ഡിവിഷനാണ്. ഇവരൊരുമിച്ച് നിന്നൊരു സ്ട്രാറ്റജി ഉണ്ടാക്കണം.
ഫാമിലി പ്ലാനിങ് എന്നൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറയുന്നത് ഫാമിലിയുടെ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ എണ്ണം നിജപ്പെടുത്താനാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് കുടുംബങ്ങൾക്ക് ഒരു പ്ലാനിങ് ഉണ്ടാവണം, ഒരു കോമൺ ഗോൾ ഉണ്ടാകണം. രണ്ട് വ്യക്തികൾ ഒരുമിച്ച് കുടുംബത്തിലേക്ക് വരുമ്പോൾ, കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ, they must set a common platform. This is what we have to achieve. മക്കളുണ്ടാവുമ്പോൾ മക്കളെ അത് മനസ്സിലാക്കി വളർത്തണം. അവരെ വേറൊരു ഉട്ടോപ്പിയയിൽ ജീവിക്കാൻ കൊച്ചിലെ തൊട്ടേ അനുവദിച്ചിട്ട് അവസാനം കുഞ്ഞുങ്ങൾ ഞങ്ങൾ പറയുന്ന കേൾക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ടീം വർക്കായിട്ട് പോകുമ്പോൾ ബാബേലിന്റെ ആത്മാവിനെ കൗണ്ടർ ചെയ്യും. ബാബേലിന്റെ ആത്മാവിനെ ചരിത്രത്തിന്റെ പൂർണ്ണതയിൽ നസറേയനായ യേശു സ്നേഹത്തിന്റെ ആത്മാവ് കൊണ്ടാണ് കൗണ്ടർ ചെയ്യുന്നത്. ബാബേലിൽ ചിഹ്നപ്പെട്ട ലോക സമൂഹം വളർച്ചയുണ്ടായി, പ്രോഗ്രസ് ഉണ്ടായി, ഡെവലപ്മെന്റ് ഉണ്ടായി, അനേക വലിയ നാഗരികതകൾ സൃഷ്ടിക്കപ്പെട്ടു, വലിയ വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടായി, റോമയുടെ മഹത്വം വരെ വന്നു നിൽക്കുകയാണ്, ഗ്രീക്ക് സാമ്രാജ്യവും എല്ലാം ഉണ്ടായി. എങ്കിലും മനുഷ്യന്റെ ആത്മാവ് തേങ്ങുന്നു. മനുഷ്യപുത്രൻ അത് കണ്ടു. മനുഷ്യപുത്രന് റോമായുടെ തട്ടകത്തിൽ നിന്നുകൊണ്ട് ലോകത്തോട് പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ള ആ കൽപ്പനയിലൂടെയാണ് ബാബേലിന്റെ ആത്മാവിനെ യേശു കൗണ്ടർ ചെയ്യുന്നത്. 2500 വർഷത്തെ യാത്രയാണ്. അത് കഴിഞ്ഞ് സ്വർഗാരോഹണത്തിന് ശേഷം പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവർക്ക് അനേക ഭാഷ സംസാരിച്ചവരവിടെ ഇരുന്നു. എങ്കിലും അവരെല്ലാവരും ഒരു ഭാഷയുടെ അനുഭവത്തിലേക്ക് വന്നു. ദാറ്റ് ഈസ് പെന്തക്കോസ്തി. പെന്തക്കോസ്ത അനുഭവം എന്ന് പറഞ്ഞാൽ അത് ഐക്യത്തിന്റെ അനുഭവമാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പിന്നീട് പറയുന്നത്: എനിക്ക് എല്ലാ വരങ്ങളും ഉണ്ടായാലും ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. സ്നേഹത്തിന്റെ ഭാഷയാണ് പെന്തക്കോസ്തിന്റെ ഭാഷ. ആ സ്നേഹം എന്താണെന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ആ അധ്യായത്തിൽ സ്നേഹത്തിന്റെ സുവിശേഷം എന്ന് തന്നെയാണ് 1 കൊരിന്ത്യരിലെ അധ്യായത്തിൽ പറയുന്നത്. സ്നേഹത്തിന്റെ ആത്മാവ് കൊണ്ടാണ് ബാബേലിന്റെ ആത്മാവിനെ കൗണ്ടർ ചെയ്യേണ്ടത്. മനുഷ്യരുടെ ഇടയിൽ, ജീവജാലങ്ങളുടെ ഇടയിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എല്ലാത്തിലും സ്നേഹത്തിന്റെ ആത്മാവ് ഏറ്റവും അധികം അത്യാവശ്യമുള്ള ഒരു ലോകക്രമത്തിലാണ് നാം ജീവിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ നാഷണലിസം ഓരോ ചെറിയ ചെറിയ ഗ്രൂപ്പായി, രാഷ്ട്രങ്ങളായി, ഞങ്ങളുടെ രാജ്യം മാത്രമാണ്, രാഷ്ട്രവാദം, രാഷ്ട്രത്തോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണ് 2 ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായത്. എൻ്റെ രാജ്യത്തെ ഞാൻ അമിതമായിട്ട് സ്നേഹിക്കുമ്പോൾ എതിരെ ഉള്ളവരെല്ലാം എൻ്റെ ശത്രുക്കളായി മാറുന്നു. ആ 2 ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം പാഠം പഠിച്ച മാനവരാശി തീരുമാനിച്ചു: ഇനിയൊരു യുദ്ധം പാടില്ല, നമുക്ക് ഒരുമിച്ച് നിൽക്കണം. കോടിക്കണക്കിന് ജനങ്ങൾ മരിച്ചുപോയി. അങ്ങനെയാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപവൽക്കരിക്കപ്പെടുന്നത്. അത് പെന്തക്കോസ്തിന്റെ ആത്മാവിലാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപവൽക്കരിക്കപ്പെടുന്നത്. 1945 ഒക്ടോബർ 24 ബേസിക് ഹ്യൂമൻ റൈറ്റ്സ്, അങ്ങനെ UN ചാർട്ടറും എല്ലാം വരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ 80 വർഷത്തിന് ശേഷം 2025 നിൽക്കുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ റെലവൻസ് പോയിരിക്കുക. ഈ സുവിശേഷ ചിന്തകൾ എന്നൊക്കെ പറയുമ്പോൾ നാം വേദപുസ്തകത്തിൽ മാത്രം നിന്ന് ഒരു ആത്മീയ ലോകത്തിൽ മാത്രം നിൽക്കുകയല്ല. സഭകൾക്ക് ആഗോളതലത്തിൽ പ്രഷർ ഗ്രൂപ്പായിട്ട് നിൽക്കണം. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ്, നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ്, ഇങ്ങനെയെല്ലാം നിന്ന് ബാബേലിന്റെ ആത്മാവ് ചിത്തറിച്ചുകൊണ്ടിരിക്കുന്ന ലോക ജനതയെ പെന്തക്കോസ്തിന്റെ ആത്മാവിനാൽ ചേർത്ത് പിടിക്കണം. ബാബേൽ ഗോപുരം തകർന്നു. എന്നാൽ നസറേയനായ യേശുക്രിസ്തു ഉയർത്തിയ സ്നേഹത്തിന്റെ സാമ്രാജ്യം തകരുകയില്ല. അത് പെന്തക്കോസ്തിന്റെ ആത്മാവാണ്, സ്നേഹത്തിന്റെ ആത്മാവാണ്. പുസ്തകം 11-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്തിലുള്ളത് തേരഹിന്റെ യാത്രയാണ്. പ്രളയാനന്തരം നോഹയുടെ ആദ്യജാതനായ ഷേമിന്റെ സന്തതികൾ മെസൊപ്പൊട്ടോമിയയിലും അറേബ്യയിലും ആധിപത്യം ഉറപ്പിച്ചു. ഷേമിൽ നിന്നും ഏകദേശം 10-ാം തലമുറയിൽ തേരഹ്
ജാതനായി, നാഹോറിന്റെ മകനായി. കൽദായരുടെ ഊരിൽ മെസപ്പൊട്ടോമിയയിൽ വാസമാക്കിയ തേരഹിന് 3 മക്കളാണ് ഉണ്ടായിരുന്നത്: അബ്രാം, നാഹോർ, ഹാരാൻ. ഹാരാൻ തേരഹ് മരിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ച് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. മക്കൾ ഹാരാന് ലോത്ത്, മിൽക്ക, ഇസ്ക. മിൽക്ക പിതൃ സഹോദരനായ നാഹോറിന്റെ ഭാര്യയായി. അവർക്ക് 12 പുത്രന്മാരുണ്ടായി. പിന്നീട് നാടകീയമായ പരിണാമങ്ങൾക്ക് വിധേയമാകുന്ന ഒരു കുടുംബത്തിന്റെ നാഥയായി ഒരു സ്ത്രീ ചരിത്രത്തിൽ രംഗപ്രവേശം ചെയ്യുകയാണ് സാറായി. സാറായി ആരായിരുന്നു എന്നുള്ളതിനെ പറ്റി 2 വാദഗതികളുണ്ട്. ഒന്ന്, ഹാരാന്റെ പുത്രിയായ ഇസ്ക തന്നെയാണ് സാറായി എന്നതാണ്. എന്നാൽ തേരഹിന് മറ്റൊരു ഭാര്യയിലുണ്ടായ മകളാണ് സാറായി എന്ന് പറയുന്നുണ്ട്. എന്തായാലും സാറായി അബ്രഹാമിന്റെ ഭാര്യയായി. അബ്രഹാം ആയില്ല, അബ്രഹാമിന്റെ ഭാര്യയായി. അതുകൊണ്ടാണ് അബ്രഹാം പിന്നീട് പറയുന്നത് ഇവളെന്റെ സഹോദരിയാണെന്ന് പറയുന്നതിന്റെ പിന്നിൽ വേറൊരു കണക്ഷൻ ഉണ്ട്. ആധികാരികത ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല. ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഒരു ലോകക്രമമാണ്. ആധുനികതയുടെ മാനദണ്ഡങ്ങൾ വെച്ച് പുരാതനത്വത്തെ വിലയിരുത്തരുത്. തേരഹ് തൻ്റെ യാത്ര തുടങ്ങിയായി സകുടുംബം. ഇത്തരം യാത്രകളൊക്കെ ആ സമയത്ത് പാട്രിയാർക്സിന്റെ യാത്രകളാണ്. അനേക സെർവൻസ് കാണും, അത് ദാസന്മാർ, ദാസിമാർ, അതുപോലെ കഴുത, കുതിര, അങ്ങനെ ഒരു വലിയ മൃഗസമ്പത്തും കാറ്റിലും ഒക്കെ ആയിട്ടാണ് ഇവർ പോകുന്നത്. അതുകൊണ്ട് അതൊരു വലിയ യാത്രയാണ്. അവര് മെസപ്പൊട്ടോമിയയുടെ ഊറിൽ നിന്നും ഹാരാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ശരിക്കും ഒറിജിനൽ ഡെസ്റ്റിനേഷൻ കനാനിലേക്കാണ്. സോ മാനവരാശിയുടെ ഒരു നിർണായകമായ ഒരു കാലഘട്ടമാണ്. സ്റ്റോൺ ഏജും മെറ്റൽ ഏജും ഒക്കെ കഴിഞ്ഞ് സെറ്റിൽഡ് ലൈഫ്, അഗ്രികൾച്ചർ ഇവയൊക്കെ വന്ന ഒരു സമയമാണ്. മനുഷ്യൻ പ്രധാനമായും നദീതീരങ്ങളിലായിരുന്നു വാസമുറപ്പിച്ചത്. അമേരിക്കൻ കോണ്ടിനൻസിൽ മിനോവിയൻ സിവിലൈസേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈജിപ്തിൽ ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു, മെസപ്പൊട്ടോമിയയിൽ ഉണ്ടായിരുന്നു, സുമേറിയയിൽ ഉണ്ടായിരുന്നു, ചൈനീസ് സിവിലൈസേഷൻ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ ഇൻഡസ് വാലി സിവിലൈസേഷനും ഉണ്ടായിരുന്നു. ഇങ്ങനെ പല നാഗരിക സംസ്കാരങ്ങളും നദീതീരങ്ങളിൽ വെച്ച് സഞ്ചരിച്ചിരുന്ന ഒരു കാലമാണ്. ഇവിടെയാണ് യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദികളുടെ മധ്യേയുള്ള മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. ഇവിടെയാണ് ബാബേൽ ഗോപുരമൊക്കെ ഉയർന്നത്, ഷിനാർ സമഭൂമിയെല്ലാം. അത് കഴിഞ്ഞ് തേരഹിന്റെ കാലമായപ്പോഴേക്കും ഇവിടെ ഇന്നവർ യാത്ര പുറപ്പെടുകയാണ്. കനാനിലേക്കാണ് യാത്ര ചെയ്യേണ്ടത്. കനാൻ ഇവിടെയാണ്. അതുകൊണ്ട് വെസ്റ്റ് വേ ഡയറക്റ്റ് അങ്ങ് പോയാൽ മതി. പക്ഷേ അവിടെ ഈ സൗദി അറേബ്യൻ ഡെസേർട്ടൊക്കെ ഇവിടെ ഉണ്ട്. അത് ക്രോസ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായത് കാരണം ഇവിടുന്ന് നേരെ ഹാരാൻ, ഏകദേശം സിറിയ, ടർക്കി ഇവിടെ പോയി നിൽക്കുകയാണ്. ഇനി യാത്ര ഇങ്ങോട്ട് തുടരും. മെസപ്പൊട്ടോമിയയിലെ ഊറിൽ നിന്നും ഈ യാത്ര ട്രേസ് ചെയ്ത് ഇങ്ങനെ ഹാരാനിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടുന്ന് കനാനിലേക്കുള്ള യാത്ര തുടങ്ങാൻ പോവുകയാണ്. തേരഹിന്റെ ഒക്കെ കാലത്ത്, അതായത് ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള ലോകത്തിലെ സിവിലൈസേഷനാണ്. അമേരിക്കൻ കോണ്ടിനൻസിൽ ഉണ്ടായിരുന്ന മായൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. പിന്നീട് പ്രധാനമായിട്ട് നൈലിന്റെ തീരത്തുള്ള ഏൻഷ്യന്റ് ഈജിപ്റ്റ് ഉണ്ടായിരുന്നു. ദിസ് ഈസ് മെസപ്പൊട്ടോമിയ. സുമേറിയ ഒക്കെ ഇവിടെ തന്നെ വരും. പിന്നീട് ചൈനീസ്, യെല്ലോ റിവറിന്റെ അവിടെ ചൈനീസ് സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. പിന്നീട് ഇൻഡസ് വാലി, സിന്ധു നദിയുടെ ഹാരപ്പൻ സിവിലൈസേഷൻ ഇന്ത്യയിലും ഉണ്ടായിരുന്നു. അങ്ങനെ പ്രളയശേഷം, ബാബേൽ ഗോപുര പതനത്തിന് ശേഷം തേരഹിന്റെ യാത്ര ഹാരാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഹാരാനിൽ വെച്ച് തേരഹ് മരിക്കുകയുണ്ടായി 205-ാം വയസ്സിൽ. തേരഹിന്റെ പുത്രനായ അബ്രഹാം, സന്തതിയില്ലാതിരുന്ന സാറായും സഹോദരപുത്രനായ ലോത്തും ഹാരാനിൽ നിൽക്കുന്നു. പരിവർത്തന കഥയുടെ നിർണായകമായ മറ്റൊരു യാത്ര ആരംഭിക്കുവാൻ കാലവും ദേശവും ഒരുങ്ങിക്കഴിഞ്ഞു. Authentic history is going to begin. The story of the patriarch Abraham is going to begin. ധ്യാനിക്കാം. പൂർവ പിതാക്കളാം അപ്പോസ്തലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം
ആകയാൽ ഛേദമെന്നെണ്ണി ലാഭം, അന്യരെന്നെണ്ണി ഈ ലോകമതിൽ യാത്ര ചെയ്യും ഞാൻ. കർത്താവ് വന്ന ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. വിശ്വാസ തീർത്ഥയാത്ര തുടരുകയാണ്. ആമേൻ.